Hello, welcome back to Commerce Easy Notes. Today we are going to discuss on process costing part 3. Abnormal gain. In the previous video we saw abnormal losses and normal losses, all that. Here when the expectation level of output is less than the actual output, gain arises, which is termed as abnormal gain. In case of losses, actual losses of a process is less than the expected loss or normal loss. The causes of this may be superior quality of material, better plant design, efficient management of labor, and so on. The abnormal gain formula is normal loss minus actual loss or actual output minus normal output. The value is obtained process cost minus scrap value of normal loss divided by normal output gives you per unit cost multiplied by unit of abnormal give you the value of abnormal gain. Now we'll see a question example related to abnormal gain. Here we have 3 process accounts with normal loss, abnormal loss and abnormal gain. A product passes through process A, B and C. The normal losses of each process, അതായത് എല്ലാ പ്രോസസ്സിലും എത്ര പെർസെൻറ്റേജ് ആണ് നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോസസ് എയിൽ 3%, പ്രോസസ് ബി 5% and process C 8%. And the wastage of process A will be sold at 2 per unit. So this is the scrap value amount. A will be sold for 2 rupees, process B 4 unit per unit and C 10 per unit. 10,000 units were introduced to process A at the beginning of January 2019 at a cost of 10 per unit. So this is the question and the further expenses are given. Materials, wages, direct expenses are given for process A, B and C. അങ്ങനെ എല്ലാത്തിനും എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. പിന്നെ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഒരു 1500 ആയിരുന്നു അവർ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട്. അപ്പം അതാണ് ഇതിൻ്റെ പ്രോസസ് ബീൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ പ്രോസസ് ബിയിലെ ഔട്ട്പുട്ട് 9100 അതായിരിക്കും പ്രോസസ് സിയിലെ ഇൻപുട്ട്. Unfinished goods. അപ്പോൾ സി 3 പ്രോസസ്സാണുള്ളത്. അപ്പോൾ 8200 ആയിരിക്കും ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി ഇതിലെ ഡിഫറൻസസ് ഒക്കെ എന്തായിരിക്കും? പ്രോസസ് നോർമൽ ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗെയിനും ആയിരിക്കാം. സോ വിൽ സീ ഹൗ ഇസ് ദിസ്. സോ നമുക്ക് 3 പ്രോസസ്സ് വരുമ്പോൾ 3 പ്രോസസ്സ് A, process B, process C accounts വരും. പിന്നെ നോർമൽ ലോസ് അക്കൗണ്ടും വരും, അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ഗെയിനും വരുന്നുണ്ട് അതിൻ്റെ വർക്കിംഗ് നോട്ട്. അപ്പോൾ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദി വർക്കിംഗ് നോട്ട്. സോ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഗിവൻ ഇൻപുട്ട് എല്ലാ ഇതിൻ്റെയും ഇൻപുട്ട് തന്നിട്ടുണ്ട്. പ്രോസസ് എയുടെ ഇൻപുട്ട് 10,000 ആണ് ആൻഡ് പ്രോസസ് ബിയിൽ ഇൻപുട്ടായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു പ്രോസസ് എയുടെ ഔട്ട്പുട്ടായിരിക്കും. സോ പ്രോസസ് ബിയിൽ നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് 9500 വിച്ച് ഇസ് ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് എ. സിമിലർലി പ്രോസസ് സിയിലെ ഇൻപുട്ടായി വരുന്നത് പ്രോസസ് ബിയുടെ ഔട്ട്പുട്ടാണ്. ഓക്കെ. ആൻഡ് നോർമൽ ലോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രോസസ്സിനും അതിൻ്റേതായ, അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോലെ 3%, 5%, 8% നോർമൽ ലോസ് വന്നിട്ടുണ്ട്. സോ നോർമൽ ലോസ് ഇസ് ടേക്കൺ 3% ഓഫ് 10,000 300%. ബിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5% സിയിൽ എത്രയാണ്? അപ്പോൾ അതുപോലെ നമുക്ക് പ്രോസസ്സിൻ്റെ നോർമൽ ലോസ് പെർസെൻറ്റേജ് എടുക്കാം. ബിയിൽ പറഞ്ഞിട്ടുള്ളത് 5%. അപ്പോൾ 9400 5%, സിയിൽ 8%. അപ്പോൾ 9100 8%. സോ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് കിട്ടി 9700, 9025, 8375.
ഇനി ആക്ച്വൽ ഔട്ട്പുട്ട്, ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ ലെസ് ചെയ്യാണ്. നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് 9500, 9100 ആൻഡ് 8200. ഇനി നമുക്ക് ഫോർമുലയിലേക്ക് ഒന്നുകൂടി പോവാം. ഫോർമുലയിൽ പറഞ്ഞിട്ടുള്ളത് ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് നോർമൽ ഔട്ട്പുട്ട് ഗിവ്സ് യു അബ്നോർമൽ ഗെയിൻ. അപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? അബ്നോർമൽ ലോസ് ആയിരിക്കും. ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് നോർമൽ ഔട്ട്പുട്ട് ആണ് എടുക്കണേ. അപ്പം അത് നെഗറ്റീവ് ആണെങ്കിൽ അബ്നോർമൽ ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ നോർമൽ, അതായത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടാണ് നോർമൽ ഔട്ട്പുട്ട് ആയിട്ട് പറയുന്നത്. Normal expected output is more than actual output, it is abnormal loss. When actual output is more, it is abnormal gain. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, അബ്നോർമൽ ലോസ് പ്രോസസ് എനും പ്രോസസ് സിക്കും അബ്നോർമൽ ലോസ് ആണ് വരുന്നത്. പ്രോസസ് ബിയിൽ 75 അബ്നോർമൽ ഗെയിൻ ആണ്. ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്, അപ്പോൾ അബ്നോർമൽ ഗെയിൻ. Okay, this is how നമ്മൾ abnormal gain or loss കണ്ടുപിടിക്കുന്നത്. Again back to the process account. Process എയിൽ നമ്മൾ എല്ലാ എക്സ്പെൻസസും എഴുതുന്നു. To unit issue 10,000 at rupees 10 into 10 1 lakh. To materials 6,000, wages 8,000, expenses 3,000. Directly given in the question. അത് അങ്ങനെ തന്നെ എഴുതാം. പിന്നെ ബൈ നോർമൽ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 3% പറയുമ്പോൾ 300. 300 into 2 600 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബൈ, പിന്നെ നമ്മൾ ചെയ്യുന്നത് ബൈ പ്രോസസ് ബി അക്കൗണ്ട് ആണ്. അത് ട്രാൻസ്ഫർ, അപ്പം നമ്മൾ പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് പ്രോസസ് എയിലെ ഔട്ട്പുട്ട്. So നമ്മുടെ total cost minus scrap value. We'll again see the formula. Total cost total process cost minus scrap value of normal loss divided by normal output into unit of abnormal gain ആണ് abnormal value. അതുപോലെ പ്രോസസ്സിൻ്റെ അങ്ങനെ തന്നെ into unit of process. Okay. സോ അപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് 1,17,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 600 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ആണ്. നോർമൽ ഔട്ട്പുട്ട് നമ്മൾ വർക്കിംഗ് നോട്ടിൽ നിന്ന് പ്രോസസ് ചെയ്ത നോർമൽ ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ യു ഗെറ്റ് 12 rupees. സോ 12 into 9,500 1,14,000. സിമിലർലി അബ്നോർമൽ ലോസ് 200 ആണ്. 200 into 12 2,400. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രോസസ് എ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക, ബി അക്കൗണ്ട്, പ്രോസസ് ബി അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് 9,500 1,14,000 മെറ്റീരിയൽ വേജസ് ഡയറക്റ്റ് വേജസ് എഴുതുന്നു. പിന്നെ നോർമൽ ലോസ് 5% ആണ് 475. അപ്പം അത് ഇൻറ്റു 4 1,900. പിന്നെ പ്രോസസ്സ് നമുക്ക് പ്രോസസ് സി അക്കൗണ്ട് 9,100 ആണ്. അത് അതിൻ്റെ പ്രോസസ് സി അക്കൗണ്ട് എഴുതുന്നു. എന്നിട്ട് അവിടെ ടോട്ടൽ കോസ്റ്റ് എടുക്കണം. ടോട്ടൽ കോസ്റ്റ് വിൽ സീ ദാറ്റ് ഇവിടെ നമുക്ക് ഇതിന് ടോട്ടൽ കോസ്റ്റ് വരുമ്പോൾ ഇതൊക്കെയാണ് ഇഷ്യൂഡ് മെറ്റീരിയൽ വേജസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ടിൽ ഹിയർ ഇറ്റ് അമൗണ്ട്സ് ടു 1,64,350. Then minus scrap value 1,900 divided by normal output. From the working note we got 9,025. Therefore, it is 18 rupees. So 18 into 9,100, 1,63,800 ആണ് total cost വരുന്നത്. Again we have to balance this. When you are seeing for balancing, credit side is more. See 9,500 ഇവിടെ നോക്കുമ്പോൾ 9,575. Therefore, credit side is more. അപ്പോൾ units will be written as at the debit side. That is abnormal gain 75. We have obtained it from the working note. So 75. And the unit പറയുന്നത് 18 ആണ്. അപ്പോൾ into 75 into 18. 1,350. So this is how you balance the account. So B account അങ്ങനെ. ഇനി
process C account, similar to that of A account. ഇപ്പോൾ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ്, പിന്നെ മെറ്റീരിയൽ വേജസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, പിന്നെ നോർമൽ ലോസ് 8%, ആസ് 728. സോ 7,280. സോ 7,280. സോ നോർമൽ ലോസ് 172, പിന്നെ ഫിനിഷ് ഗുഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 8,200. സോ അതിൻ്റെ കോസ്റ്റ് പറയുമ്പോൾ total cost, ഇവിടെ no abnormal gain, therefore the total cost, material wages expenses, total becomes 2,24,952 minus how much? 7,280, that is a normal loss, divided by the normal output, it is 26. 8,200 into 26, 2,13,200. അതുപോലെ abnormal loss ഉണ്ട്, 26 into 172, 4,472. The total balance you get tallying all this. എന്നിട്ട് ഈ പ്രോസസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ എല്ലാ പ്രോസസ് അക്കൗണ്ടിലും നോർമൽ ലോസ് വരുന്നുണ്ട്, അതെടുത്ത് എഴുതുന്നു. പിന്നെ അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ഗെയിന് നമ്മൾ ഈ പ്രോസസ് ബിയിലാണ് ഗെയിൻ വന്നിട്ടുള്ളത് 75, ആ യൂണിറ്റ് എഴുതാം. ആൻഡ് ഈ 475 എന്താണ്? ഈ 400 നമുക്ക് എന്താ നോർമൽ ലോസ് ആണ്, ബാക്കി 75 അബ്നോർമൽ ആണ്. അപ്പോൾ അത് പ്രത്യേകം എടുത്തിടണം. 75 into 4, 300 ഷുഡ് റിട്ടൺ. പിന്നെ ക്യാഷിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് എന്ത് ചെയ്യുന്നു? അത് ഈ 300 into 2, പിന്നെ ഇത് 400 into 4 and 728 into 10. It will be separately recorded. അപ്പോൾ ഇതിൽ 475 75 abnormal gain separately record ചെയ്യും. അതാണ് നോർമൽ ലോസ് അക്കൗണ്ട്. അതങ്ങനെ ടാലി ചെയ്യും. ആൻഡ് ദെൻ നെക്സ്റ്റ് വി ഹാവ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. നമുക്കറിയാം പ്രോസസ് എ ആൻഡ് ബിയിലാണ് നമുക്ക് 2 അബ്നോർമൽ ലോസ് വന്നിട്ടുള്ളത്, അത് എടുത്ത് എഴുതുന്നു. ആൻഡ് ബൈ ക്യാഷ് 200 into 2 and 172 into 10. ബാക്കി വരുന്നത്, അതായത് ടോട്ടൽ ക്യാഷ് നമ്മൾ ടാലി ആവില്ല, ദാറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ടു കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. The balancing figure is transferred to costing P and L account. This difference is because of abnormal gain. Now abnormal gain account, normal loss, we know from process B, abnormal losses 75,300 will be debited, which will be closed by abnormal process B account. ആ process account അങ്ങനെ എഴുതാം. ഇത് journal entry process B account to abnormal gain ആണ്. അപ്പോൾ by process B account 75 in total amounts 1,350. The balance will be transferred to costing P and L account. This is how you treat a abnormal gain account. Thank you for watching.